ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നുകൂടെ എല്ലാവരും കുറച്ച് നേരമാണ് കോപ്പറേറ്റ് ചെയ്യുക, ഒരു 30 to 40 minutes. ഓക്കെ, അപ്പൊ ഇതാണ് ആക്ച്വലി നേരത്തെ ചെയ്ത പ്രോബ്ലം. നമുക്ക് അടുത്തൊരു പ്രോബ്ലത്തിലേക്ക് നമുക്ക് കടക്കാം. നെക്സ്റ്റ് ഒരു പ്രോബ്ലം, ഇത് സെയിം മെത്തഡോളജി ആണ്. നിങ്ങളത് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ഞാനത് പറയണമെന്നുണ്ടോ, നിങ്ങളത് ചെയ്ത് നോക്കൂ പോയിട്ട്. ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. ഞാൻ ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് വായിക്കാം, നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് ഓടിച്ച് പറയാം. ഓക്കെ, എ സ്റ്റീം പൈപ്പ്, എന്താ പറയുന്നത്, സ്റ്റീം പൈപ്പ്, തെർമൽ കണ്ടക്ടിവിറ്റി തന്നിട്ടുണ്ട്, എത്രയാണ് 45. അപ്പൊ ഒരു സ്റ്റീം പൈപ്പ് ഉണ്ട്, ആ സ്റ്റീം പൈപ്പിന്റെ തെർമൽ കണ്ടക്ടിവിറ്റി തന്നിട്ടുണ്ട്, ഹാവിംഗ് 70 mm ഇൻസൈഡ് ഡയമീറ്റർ. അപ്പൊ സ്റ്റീം പൈപ്പ്, ആ സ്റ്റീം പൈപ്പിന്റെ ഇൻസൈഡ് ഡയമീറ്റർ ആണ് എന്തെന്നുള്ളത് 70 mm. 85 mm എന്നുള്ളത് എന്താണ്, ഔട്ട്സൈഡ് ഡയമീറ്റർ ആണ്. ഈ സ്ലാഗ്ഡ് വിത്ത് എന്താണ്, 2 ഇൻസുലേഷൻ ലെയർ. അതിനുശേഷം എന്തുണ്ട്, 2 ഇൻസുലേഷൻ ലെയർ ഉണ്ട്. എന്താ പറയണത്, ഇൻസുലേഷൻ ലെയർ ഇൻ കോൺടാക്ട് വിത്ത് പൈപ്പ് ഈസ് 35 mm ആസ്പെറ്റോസ്. അപ്പൊ ഇതാണ് നമ്മുടെ കേസ് എന്തെന്നുള്ളത്, പൈപ്പ്. രണ്ടാമത്തെ ഒരു ഇൻസുലേഷൻ ഉണ്ട്, ഒരു ഇൻസുലേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ആ ഇൻസുലേഷന്റെ എന്ത് തന്നിട്ടുണ്ട്, തെർമൽ കണ്ടക്ടിവിറ്റി തന്നിട്ടുണ്ട്. ആ ഇൻസുലേഷന്റെ ഇതൊരു ഇൻസുലേഷൻ ആണ്, അതിന്റെ തെർമൽ കണ്ടക്ടിവിറ്റി തന്നിട്ടുണ്ട്. അടുത്തതൊരു അഗെയിൻ അത് ആസ്പെറ്റോസ് ആണ്. അടുത്ത എന്താണ്, ഒരു മഗ്നീഷ്യ ഇൻസുലേഷൻ ആണ്, അതിന്റെ നമുക്ക് തിക്നെസ് തന്നിട്ടുണ്ട്. അഗെയിൻ അതിന്റെ തെർമൽ കണ്ടക്ടിവിറ്റി തന്നിട്ടുണ്ട്. ഇനി ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ് ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ആ 220 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പൈപ്പിന്റെ ഉള്ളിൽ എന്തുണ്ട്, ഒരു കൺവെക്ഷൻ, ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ് കൺവെക്ഷൻ വരുന്നുണ്ട്. ഇവിടെ എന്താണ്, കൺവെക്ഷൻ ആണ്, ഔട്ട്സൈഡും ഒരു കൺവെക്ഷൻ ആണ്. അപ്പൊ ആ രണ്ട് സ്ഥലത്തും എന്ത് തന്നിട്ടുണ്ട്, ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ് തന്നിട്ടുണ്ട്. അപ്പൊ ഒന്നെന്ന് വെച്ചാൽ HHF ഉം ഒന്നെന്താണ് HCF ആണ്. ആ രണ്ട് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഒന്ന് എത്രയാണ്, 220 വാട്ട് പെർ എത്രയാണ്, മീറ്റർ സ്ക്വയർ ഡിഗ്രി സെൽഷ്യസ്. രണ്ടാമത്തെ കേസ് നോക്കി 6.5 ആണ് ഉണ്ടാവുക, 6.5 വാട്ട് പെർ മീറ്റർ സ്ക്വയർ ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, ഇപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക, പെട്ടെന്ന് പറഞ്ഞു പോവാണ് കേട്ടോ. അപ്പൊ ഇത് കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്, ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ് കഴിഞ്ഞാൽ എന്താ പറഞ്ഞിരിക്കുന്നത്, റെസ്പെക്റ്റീവ്ലി ഇഫ് ദ ടെമ്പറേച്ചർ ഓഫ് ദ സ്റ്റീം ഈസ് 350. അപ്പോൾ സ്റ്റീം ഉള്ളിലെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ, ഉദാഹരണത്തിന് ഞാൻ കാണിച്ചു തരികയാണെങ്കിൽ, THF ദാറ്റ് ഈസ് ഈക്വൽ ടു 350 ഡിഗ്രി സെൽഷ്യസ് കിട്ടിയോ. അടുത്ത കേസ് ആംബിയന്റ് ടെമ്പറേച്ചർ 30 ഡിഗ്രി, TCF കോൾഡ് ഫ്ലൂയിഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്, 30 ഡിഗ്രി സെൽഷ്യസ്. കാൽക്കുലേറ്റ്, എന്താ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടത്, സ്റ്റഡി ലോസ് ഓഫ് ഹീറ്റ്. എന്താണ് ഹീറ്റ് ലോസ്, ഹീറ്റ് ലോസ് ആണ് ഫോർ 50 മീറ്റർ ലെങ്ത് ഓഫ് പൈപ്പ്. Q/L ആണ്, പക്ഷെ അവിടെ L എന്ത് തന്നിട്ടുണ്ട്, 50 ആണ് തന്നിട്ടുണ്ട്, 50 മീറ്റർ ആണ് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതാണ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. കിട്ടിയല്ലോ, ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. രണ്ടാമത്തെ കേസ്, ഓവറോൾ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ് ബേസ്ഡ് ഓൺ ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് സർഫസ് ഓഫ് ലാഗ്ഡ് സ്റ്റീം മെയിൻ. നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, ഓവറോൾ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ്. ഇക്വേഷൻ എന്തായിരുന്നു, Q ഈക്വൽ ടു UA ഡെൽറ്റ T. ഈ U ആണ് ഓവറോൾ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ്. ഇത് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ ഇതാണ് രണ്ട് കേസ്, ഒന്ന് Q/L കണ്ടുപിടിക്കണം, രണ്ടാമത്തെ U കണ്ടുപിടിക്കണം. നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യാൻ നോക്കാം, പെട്ടെന്ന് പറഞ്ഞു പോകാം കേട്ടോ. നമുക്കറിയാം ജനറൽ ഇക്വേഷൻ Q. നമ്മൾ ഇവിടെ പറഞ്ഞതുപോലെ എന്തൊക്കെയാ ഇവിടെ വരണത്, ഒന്നുകൂടെ ഞാൻ പറയാം. സ്റ്റീം പൈപ്പ് ഉള്ളില് ഇവിടെ നമുക്ക് വരുന്നത് കൺവെക്ഷൻ, സ്റ്റീം പൈപ്പിന്റെ ഉള്ളിൽ നമുക്ക് കണ്ടക്ഷൻ, ഇവിടെ ഇൻസുലേഷൻ കണ്ടക്ഷൻ, ഇവിടെ ഇൻസുലേഷൻ കണ്ടക്ഷൻ, ഇവിടെ എന്താണ് കൺവെക്ഷൻ. അപ്പൊ ഇതിനനുസരിച്ച് വേണം അവിടെ നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ഇക്വേഷൻസ് എഴുതാനായിട്ട്. മനസ്സിലായല്ലോ. അപ്പൊ 5 കേസ് ഉണ്ട്. ജനറൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു, 2πL എടുത്തിട്ട് തന്നെ ചെയ്യുന്നത്, 2πL × THF - TCF കോമൺ ആയിട്ടുള്ളതായിട്ട് മുകളിലേക്ക് എടുത്തു. ഫസ്റ്റ് കേസ് എന്താ, കൺവെക്ഷൻ ആണ്. എങ്ങനെ എഴുതി, 1 / HHF × R1. കൺവെക്ഷൻ ആണ്, 1 / HHF × R1. രണ്ടാമത്തെ കേസ് കണ്ടക്ഷൻ ആണ്. എങ്ങനെ വരുന്നുണ്ടാവുക, ln R2/R1 ഹോൾ ഡിവൈഡഡ് ബൈ എന്താണ്, KA. KA എന്ന് വെച്ചാൽ എന്താണ്, തെർമൽ കണ്ടക്ടിവിറ്റി. അടുത്ത കേസ് ln, രണ്ടാമത്തെ കേസ്, അടുത്ത കേസ് എന്താണ്, ln R3/R2 ഡിവൈഡഡ് ബൈ KB. അതെന്താണ്, അഗെയിൻ കണ്ടക്ഷൻ. മൂന്നാമത്തത്, അപ്പൊ ആദ്യം ഒരു പൈപ്പ്, രണ്ടാമത്തെ ഒരു ഇൻസുലേഷൻ, മൂന്നാമത്തെ അഗെയിൻ ഇൻസുലേഷൻ, അതും ഒരു കണ്ടക്ഷൻ ആണ്. അപ്പൊ എന്താ, ln R4/R3 ഡിവൈഡഡ് ബൈ KC. ലാസ്റ്റ് കേസ് എന്താണ്, 1 കൺവെക്ഷൻ ആണ്, 1 / HCF × R4. ഇതില് നമ്മൾ നേരത്തെ കുറെ ഡാറ്റ പറഞ്ഞു, അറിയാവുന്ന ഡാറ്റ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ആൻസർ കിട്ടും. അത് നിങ്ങളൊന്ന് ക്രോസ് വെരിഫൈ ചെയ്യാം. ഒന്ന് ഫസ്റ്റ് കേസ് എന്താ, 1 / HHF × R1 എന്ന് പറഞ്ഞാൽ എത്ര വരേണ്ടത്, 1 / 220 × 0.035. അപ്പൊ അത് ചെക്ക് ചെയ്യുക.
രണ്ടാമത്തെ കേസ് ln എന്താ വരുന്നുണ്ടാവുക R2/R1 ഡിവൈഡഡ് ബൈ കെ. നമുക്ക് ഓൾറെഡി അതാണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. എത്ര പേരുണ്ടാവുക R2 0.0425, R1 0.035, അടുത്തത് ln R3/R2. ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കുക, നമുക്ക് ഏത് യൂണിറ്റ് ആണോ തന്നിരിക്കുന്നത് ആ യൂണിറ്റിലേക്ക് മാറ്റും. മീറ്റർ ആണ് ഇവിടെ, അപ്പൊ നമ്മൾ എല്ലാ മീറ്ററിലേക്ക് മാറ്റണം കേട്ടോ. അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ വന്നത് 0.0775 ഡിവൈഡഡ് ബൈ 0.0425 ഡിവൈഡഡ് ബൈ കെ ബി. ലാസ്റ്റ് കേസ് ln 0.1025 divided by 0.0775 whole divided by 0.075 plus അടുത്ത കേസ് എന്താ വരുന്നുണ്ടാവുക 1 divided by 6.5 into 0.1025. ഇതാണ് നമ്മുടെ ഇൻപുട്ട് ചെയ്യാനുള്ള കേസസ്. ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുക വാല്യൂ കണ്ടുപിടിക്കാം. എല്ലാ വാല്യൂസും നമുക്കറിയാം, അതെല്ലാം 1 by 1 ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങളൊരു കാൽക്കുലേറ്റർ എടുത്ത് എല്ലാവരും കാൽക്കുലേറ്റർ എടുത്ത് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കി, ആൻസർ കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടോ നോക്കി. നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് അറൌണ്ട് എത്രയാണ് 10731 10,731.23 വാട്ട്. ഒന്നുകൂടെ നോക്കാം. 10,731.23 വാട്ട്. മനസ്സിലായല്ലോ? വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ? ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവും. ഇനി നമുക്ക് കണ്ടുപിടിക്കാം എന്താന്ന് കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് ലോസ് ഓഫ് ഹീറ്റ് ക്യാൻ ഓൾസോ ബി എക്സ്പ്രസ്ഡ് ആസ് ഫോളോസ് Q. അപ്പൊ ഈ വാല്യൂ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഹീറ്റ് ലോസ് ഓഫ് 50 mm ഓഫ് ലെങ്ത്. ഇവിടെ ശരിക്കും നമ്മൾ കണ്ടുപിടിക്കുന്നത് Q/L ആണ്. ദാറ്റ് ഈസ് 50 mm ഓഫ് ലെങ്ത് ആണ്. ഇത് ശരിക്കും ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചത് Q ആണ്. പക്ഷെ ഇവിടെ നമ്മൾ ലെങ്ത് നമ്മൾ എന്ത് കൊടുത്തു? വാല്യൂ 50 കൊടുത്തിട്ടാണ് ചെയ്തത്. അതുകൊണ്ടാണ് നമ്മൾ Q/Q എന്നുള്ള വാല്യൂ ഡയറക്റ്റ് കണ്ടുപിടിച്ചത്. Q വിത്ത് കറസ്പോണ്ടിങ് ലെങ്ത് എത്രയാണ് 50 mm എന്നുള്ള വാല്യൂ ആണ് നമുക്ക് ഇവിടെ കിട്ടിയത്. എത്രയാണ് 10,731.23 വാട്ട്. അത് ക്രിസ്റ്റൽ ക്ലിയർ ആയല്ലോ? അത് നമ്മൾ ക്ലോസ് ചെയ്തു. അടുത്തേക്ക് പോകാം. എന്താ ചെയ്യുന്നത്? ഓവറോൾ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ്. അപ്പോൾ ഓവറോൾ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ് എന്നുള്ളത് രണ്ട് കേസ് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ശ്രദ്ധിച്ചേ. ഓവറോൾ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ് ബേസ്ഡ് ഓൺ ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് സർഫസ് ഓഫ് ദ ലാഗ്ഡ് സ്റ്റീം മെയിൻ. എന്താ പറയണത്? ഓവറോൾ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ് ഓഫ് എന്താ പറയണത്? ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് സർഫസ് ഓഫ് ലാഗ്ഡ് മെയിൻ. നമുക്ക് നോക്കാം എങ്ങനെ അത് വരണേ നോക്കാം. Q ഈക്വൽ ടു നമ്മളോട് കൊടുത്തിരിക്കുന്നത് എന്താ? U0 A0 ഡെൽറ്റ ടി. ഒരു ഇക്വേഷൻ ആണ് U0 A0 ഡെൽറ്റ ടി. രണ്ടാമത്തെ UI AI ഡെൽറ്റ ടി. അപ്പൊ അത് രണ്ട് കേസ് ആണ് കൊടുത്തിരിക്കുന്നത്. എന്തൊക്കെയാണ്? U0 അല്ലെങ്കിൽ UO ആൻഡ് UI. ദ ഓവറോൾ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ് ബേസ്ഡ് ഓൺ ഏതൊക്കെയാണ്? ഒരു കേസ് ഇൻസൈഡും ഒരു കേസ് എന്താണ് ഔട്ട്സൈഡും ആണ്. ബേസ്ഡ് ഓൺ എന്താണ്? ഇൻസൈഡ് ആൻഡ് എന്താണ് ഔട്ട്സൈഡും ആണ്. കറസ്പോണ്ടിങ് ടു ദ ഏരിയ എന്താണ്? AO ദാറ്റ് ഈസ് ഔട്ട്സൈഡും AI എന്ന് പറയുന്നത് എന്താണ്? ഏരിയ ഓഫ് ഇൻസൈഡും ആണ്. നമുക്ക് അതൊന്ന് ഇക്വേറ്റ് ചെയ്ത് നോക്കാം. എന്താ വരിക നോക്കാം. ജനറൽ ഇക്വേഷൻ ഞാൻ വീണ്ടും പറയുന്നു. Q നമുക്ക് ഓൾറെഡി അറിയാം. Q ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ വന്നത്? U0 UO OO ഡെൽറ്റ ടി. Qന്റെ വാല്യൂ കോമൺ നമുക്ക് എത്രയാണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു 10,731.23. ഇനി U നോട്ട് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഡിവൈഡഡ് ബൈ ഹോൾ ഡിവൈഡഡ് ബൈ A നോട്ട്. ഇൻസൈഡും ഔട്ട്സൈഡും ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഏരിയ ഒരു കേസ് നമ്മൾ കണ്ടുപിടിക്കാം. ഔട്ട്സൈഡ് റേഡിയസ് നമുക്ക് തന്നിട്ടുണ്ട്. ഔട്ട്സൈഡ് റേഡിയസ് നമുക്ക് അവിടെ തന്നിട്ടുണ്ട് 50 mm ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യാം? ആ ഏരിയ എന്നുള്ളത് 2π ഇൻറ്റു എത്രയാണ്? 50. 2π ഇൻറ്റു R ഉണ്ടല്ലേ? R എന്നുള്ളത് എത്രയാ? 2π ഇൻറ്റു റേഡിയസ് 0.1025 ആണ്. ഇൻറ്റു L എത്രയാണ്? 50 ആണ്. അപ്പൊ എന്ത് കിട്ടി? ഇൻറ്റു അവിടുത്തെ ടെമ്പറേച്ചർ ഡിഫറൻസ് എത്ര വരുന്നത്? ഡെൽറ്റ ടി 350 മൈനസ് 30. 350 മൈനസ് 30. ഇങ്ങനെയാണ് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റുക? U നോട്ട് കണ്ടുപിടിക്കാൻ പറ്റുക. ദാറ്റ് ഈസ് ഈക്വൽ ടു UO. ദാറ്റ് ഈസ് ഈക്വൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എത്രയാ? 1.0414 വാട്ട് പെർ മീറ്റർ സ്ക്വയർ ഡിഗ്രി സെൽഷ്യസ്. ഇതാണ് നമ്മുടെ ഓവറോൾ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ്. ദാറ്റ് ഈസ് ഫോർ ദ കേസ് ഓഫ് ഔട്ട്സൈഡ്. ഇതേ സമയം തന്നെ നമുക്ക് ഇൻസൈഡ് കണ്ടുപിടിക്കുകയാണെങ്കിലോ ഒറ്റൊരു കാര്യം മാത്രമേ മാറുള്ളൂ. എന്തൊക്കെയാ മാറുക? റേഡിയസ് മാറും. ടെമ്പറേച്ചർ ഡിഫറൻസ് മാറും? ഇല്ല. റേഡിയസ് എത്ര വന്നു? R1 എത്ര വരണത്?
0.035 ആണ്. ലെങ്ത് 50 തന്നെ, മാറ്റമുണ്ടോ? അഗെയിൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മാറ്റങ്ങൾ വല്ലതും ഉണ്ടോ? ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എത്ര ആൻസർ പറഞ്ഞത് നോക്കി നോക്കുക. അഗെയിൻ യു ഹാവ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് 10,731.23 ഡിവൈഡഡ് ബൈ എന്താണ് 2π ഇൻറ്റു 0.035 ഇൻറ്റു എന്താണ് 50 ഇൻറ്റു എന്താണ് 350 മൈനസ് 30. ഒന്ന് എല്ലാവരും കാൽക്കുലേറ്റർ കൊടുന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കി എത്ര ആൻസർ വരുന്നത് നോക്കി. ദാറ്റ് ഈസ് അറൌണ്ട് എത്ര വരുന്നത് 3.05. എത്ര ആൻസർ വരുന്നത് 3.05 വാട്ട് പെർ മീറ്റർ സ്ക്വയർ ഡിഗ്രി സെൽഷ്യസ്. ഒന്നുകൂടെ നോക്കുക 3.05 വാട്ട് പെർ മീറ്റർ സ്ക്വയർ ഡിഗ്രി സെൽഷ്യസ്. ഇതാണ് നമ്മുടെ എന്തെന്നുള്ളത് ഓവറോൾ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ് എന്നുള്ളത്. ഇതാണ് എന്തെന്നുള്ളത് ഓവറോൾ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ്. ദാറ്റ് ഈസ് ദ കേസ് ഓഫ് രണ്ട് കേസും ഔട്ട്സൈഡും ഇൻസൈഡും. ജനറൽ കേസ് നമ്മൾ എടുക്കുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജനറൽ ഏരിയ വെച്ചെടുക്കാൻ പറ്റും. ഇത് നമുക്ക് ജനറൽ ഏരിയ അല്ല, ഓരോ സ്ഥലത്തും ഏരിയ വേരി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ഓരോ സ്ഥലത്തും നമ്മൾ എന്ത് ചെയ്തത് ഔട്ട്സൈഡ് ആൻഡ് ഇൻസൈഡ് എന്നുള്ളത് സെപ്പറേറ്റ് ഹീറ്റ് ട്രാൻസ്ഫർ ഓവറോൾ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ് എടുത്തത്. കാരണം ഓരോ സ്ഥലത്തും നമ്മൾ എടുക്കുന്നതിന്റെ റേഡിയസ് വേരി ചെയ്യുന്നു. അതുകൊണ്ടാണ് ഇൻസൈഡ് ഒരു റേഡിയസ് ആണ്, ഔട്ട്സൈഡ് വേറെ റേഡിയസ് ആണ്. ലെങ്ത് മാറ്റമില്ല, സെയിം തന്നെയാണ്. ഡെൽറ്റ ടി മാറ്റമില്ല, സെയിം തന്നെയാണ്. ക്യൂ മാറ്റമില്ല, സെയിം തന്നെയാണ്. അതുകൊണ്ടാണ് ഈ ഒരു വാല്യൂ വേരി ചെയ്തത്. മനസ്സിലായല്ലോ? അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ നിങ്ങൾ റിവ്യൂ ചെയ്യുക, ഇതൊന്നും കൂടെ നോക്കുക. ഇന്ന് ഞാൻ അതിന്റെ PDF നിങ്ങൾക്ക് ഗൂഗിൾ ക്ലാസ് റൂമിൽ ക്ലാസ്സിൽ വിട്ടുതരാം. അപ്പൊ നിങ്ങൾ അതൊന്ന് നോക്കുക കേട്ടോ എല്ലാവരും. ഓക്കെ, ഈ പ്രോബ്ലംസ് ഒക്കെ നിങ്ങളൊന്ന് റിവ്യൂ ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തൊരു ചെറിയൊരു ടോപ്പിക്കിലേക്ക് വേണ്ടി നമുക്ക് മൂവ് ചെയ്യാം. സമയമുള്ളത് കൊണ്ടാണ് കേട്ടോ. നോക്കട്ടെ കേട്ടോ, 1 സെക്കൻഡ്. ഹലോ, ഓട്ടോമാറ്റിക്കലി ഞാൻ അതിൽ ലോഗ് ഔട്ട് ആയി പോയി. ഓക്കെ, 1 സെക്കൻഡ്. ഓക്കെ, അഗെയിൻ ഇപ്പൊ വിസിബിൾ ആണോ നിങ്ങൾക്ക്? സ്ക്രീൻ വിസിബിൾ ആണോ? ശ്രീഹരി, സ്ക്രീൻ വിസിബിൾ ആണോ? ഓക്കെ, ഓക്കെ, വേറെ ആരെങ്കിലും? ശരത്ത്, സ്ക്രീൻ വിസിബിൾ ആണോ? ശരത്തില്ല. ഇല്ല. ഓക്കെ, താങ്ക് യു. ഓക്കെ, 2-3 കാര്യങ്ങൾ കൂടി നമുക്ക് പറഞ്ഞ് പെട്ടെന്ന് നമുക്ക് ഇത് ടോപ്പിക്ക് നമുക്ക് കുറച്ച് എടുക്കാനുള്ളൂ. ഹീറ്റ് കണ്ടക്ഷൻ ത്രൂ നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു. 2 കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. എന്താ നമ്മൾ പഠിച്ചത്? ഒന്ന്, പ്ലെയിൻ വോൾ നമ്മൾ പഠിച്ചു. ഹീറ്റ് കണ്ടക്ഷൻ പ്ലെയിൻ വോൾ നമ്മൾ പഠിച്ചു, അല്ലെങ്കിൽ നമ്മൾ പ്ലെയിൻ വോൾ എന്നുള്ള കോൺസെപ്റ്റ് എടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ സിലിണ്ടർ എന്നുള്ള ഒരു കോൺസെപ്റ്റ് എടുത്തു, അല്ലെ? സിലിണ്ടർ എന്നുള്ള കോൺസെപ്റ്റ് എടുത്തു. ഒന്ന് പ്ലെയിൻ വോള്, അല്ലെങ്കിൽ കോമ്പോസിറ്റ് വോള്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ സിലിണ്ടർ എടുത്തു, അതുപോലെ തന്നെ കോമ്പോസിറ്റ് സിലിണ്ടർ എടുത്തു. ഇനി അതേ സമയം തന്നെ ഇതൊരു എന്തായിട്ട് മാറുവാണ്? സ്ഫിയർ ആയിട്ട് മാറുവാണ്. ഇതേ സമയം തന്നെ എന്തായിട്ട് മാറുകയാണ്? ഒരു സ്ഫിയർ ആയിട്ട്, ഹോളോ സ്ഫിയർ ആയിട്ട് മാറുവാണ്. മനസ്സിലായല്ലോ? നമ്മൾ എടുത്തത് ചെറിയ, എല്ലാം സെയിം തന്നെയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ എന്താണ്? ഒന്ന് എന്തായിട്ട് നമ്മൾ പറഞ്ഞു, ലൈക്ക് എന്താണ്, ഒരു
പ്ലെയിൻ വോൾ ആയിട്ട് നമ്മൾ എടുത്തു, റെക്ടാംഗുലർ വോൾ ആയിട്ട് എടുത്തു. രണ്ടാമത്തെ കേസ് നമ്മൾ സിലിണ്ടർ ആയിട്ട് എടുത്തു. മൂന്നാമത്തെ കേസിലേക്ക് നമ്മൾ വരുവാണ്, ദാറ്റ് ഈസ് എന്താണ്, സ്ഫിയർ ആണ്. ആ സ്ഫിയറിനകത്ത് ഹീറ്റ് കണ്ടക്ഷൻ വരുമ്പോൾ എങ്ങനെ വരും, ആ സ്ഫിയറിനകത്ത് ഹീറ്റ് കൺവെക്ഷൻ വരുമ്പോൾ എങ്ങനെ വരും എന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ലെറ്റ് us കൺസിഡർ ഇതെന്താണ്, ഇപ്പൊ നമ്മൾ കാണുന്നത് ഒരു ഹോളോ സ്ഫിയർ ആണ്, അല്ലെങ്കിൽ ഈ കാണുന്നത് ഒരു ഹോളോ സ്ഫിയർ ആണ്, ഒരു ഹോളോ സ്ഫിയർ ആണ്. മനസ്സിലാക്കുക, ഇത് മൊത്തത്തിൽ ഒരു ഹോളോ സ്ഫിയർ ആണ്. ഈ ഹോളോ സ്ഫിയറിൽ കാണുന്ന ചെറിയൊരു റേഡിയസ് ആണ്, ഒരു എലമെന്റ് ആണ് നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്, ഡി ആർ. നമ്മൾ എടുക്കുന്ന ചെറിയൊരു എലമെന്റ് ആണ് എന്തായിട്ട് എടുക്കുന്നത്, ഡി ആർ. മനസ്സിലായല്ലോ? ഇത് രണ്ട് തരത്തിൽ പറയാം. ലെറ്റ് us കൺസിഡർ ഇവിടെ കാണുന്ന ഇന്നറിൽ കാണുന്ന ഈ റേഡിയസ് അതാണ് R1. അതെന്താണ്, അത് സ്ഫിയർ ആണ്, അതിന്റെ റേഡിയസ് ആണ് R1. അവിടുത്തെ ടെമ്പറേച്ചർ ആണ് T1. മനസ്സിലായല്ലോ? അഗെയിൻ ഔട്ടർ വരുന്ന ഒരു സ്ഫിയർ ആണ് ഇത്, അതിന്റെ റേഡിയസ് ആണ് R2, അവിടുത്തെ ടെമ്പറേച്ചർ ആണ് T2. ഇവിടെ നമ്മൾ എടുക്കുന്ന ഒരു എലമെന്റ് ആണ്, അതിനകത്ത് നമ്മൾ എടുക്കുന്ന ഒരു എലമെന്റ് ആണ് DR എന്നുള്ളത്. അതിനകത്ത് എടുക്കുന്ന ഒരു എലമെന്റ് ആണ് നമ്മൾ എടുക്കുന്നത് DR എന്നുള്ളത്. അപ്പൊ ഇതൊരു ഹോളോ സ്ഫിയർ ആണെന്ന് മനസ്സിലായി. എന്താ കാരണം, ഇവിടെ ഒരു റേഡിയസ് ഉണ്ട്, ഇവിടെ ഒരു റേഡിയസ് ഉണ്ട്. ബാക്കി ഉള്ള ഭാഗം എന്താണ്, ഹോളോ ആണ്. ബാക്കിയുള്ള ഇൻ ബിറ്റ്വീൻ വരുന്ന എന്താണ്, തിക്കാണ്. ഇൻ ബിറ്റ്വീൻ വരുന്ന എന്താണ്, തിക്കാണ്. ഒരു ഹോളോ സ്ഫിയർ ആണ്. ഒരു ഇന്നർ റേഡിയസും ഔട്ടർ റേഡിയസും ഉണ്ട്. അതിനകത്തുനിന്ന് വരുന്ന ഒരു ചെറിയൊരു എലമെന്റ്, അതിനകത്ത് നമ്മൾ എടുക്കുന്ന ഒരു മൊത്തത്തിൽ ഒരു റേഡിയസ് മൊത്തത്തിൽ എടുക്കുന്ന ചെറിയൊരു കട്ട് ചെയ്തെടുക്കുന്ന അല്ലെങ്കിൽ കട്ട് ചെയ്തെടുക്കാവുന്ന ഒരു എലമെന്റ് ആണ് എന്തെന്നുള്ളത്, DR എന്നുള്ളത്. അല്ലെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു എലമെന്റ് ആണ് എന്തെന്നുള്ളത്, DR എന്നുള്ളത്. കോൺസെപ്റ്റ് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇവിടെ നമുക്കറിയാം ഹീറ്റ് എന്നുള്ളത് ക്യാരി ചെയ്യുന്നത് ഉള്ളിൽ നിന്ന് പുറത്തേക്കാണ് എന്ന് പറഞ്ഞാൽ T1 എന്നുള്ളത് എപ്പോഴും ഗ്രേറ്റർ ദാൻ എന്തായിരിക്കണം, T2 ആയിരിക്കണം. ഇതാണ് കോൺസെപ്റ്റ്. മനസ്സിലായോ? ഉള്ളിലാണ് സ്റ്റീം, ആ സ്റ്റീം എന്നുണ്ടെങ്കിൽ പുറത്തോട്ട് സ്റ്റീമിന്റെ ഹീറ്റ് കണ്ടക്ട് ചെയ്ത് പുറത്തോട്ട് പോകുന്നു. അപ്പൊ ഇതാണ് കോൺസെപ്റ്റ്. അപ്പൊ ഇതിന് നമ്മൾ ഹീറ്റ് ട്രാൻസ്ഫർ അനലോഗി വരയ്ക്കുവാണെങ്കിൽ ഇങ്ങനെയാണ് വരിക. Q എന്നുള്ള ഹീറ്റ് വരുന്നു, ഇവിടുത്തെ ടെമ്പറേച്ചർ T1 ആണ്, നമ്മുടെ റേഡിയസ് എന്തായാലും ഇവിടെ നമ്മളൊരു റെസിസ്റ്റൻസ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നു. അവിടെ എന്താണ് കാണിക്കുന്നത്, അവിടെ ഒരു ഹീറ്റ് ട്രാൻസ്ഫർ ആണ് കാണിക്കുന്നത്. ഔട്ട്സൈഡ് ടെമ്പറേച്ചർ T2 ആണ്, Q എന്നുള്ളത് പുറത്തോട്ട് പോകും. ഓക്കെ ആണല്ലോ? നമുക്ക് തന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഡിസ്കസ് ചെയ്ത് പോവാം, നോക്കി പോവാം. R1 R2 ദാറ്റ് ഈസ് ഇന്നർ ആൻഡ് ഔട്ടർ റേഡിയസ്, T1 T2 ഇന്നർ ആൻഡ് ഔട്ടർ ടെമ്പറേച്ചർ, K എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തെർമൽ കണ്ടക്ടിവിറ്റി. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് യൂണിഫോം തെർമൽ കണ്ടക്ടിവിറ്റി ആണ്. ഒറ്റൊരു മെറ്റീരിയൽ ആണ് ഉണ്ടാക്കിക്കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അവിടുത്തെ കണ്ടക്ടിവിറ്റി എന്താണ്, K ആണ്. ഇവിടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇക്വേഷൻസ് നമ്മൾ ചെയ്യുന്നില്ല, സിംപ്ലിഫൈഡ് ചെയ്തിട്ടുള്ള ഒറ്റൊരു മെത്തേഡ്, ലോഗ് മെത്തേഡ് മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അത് മാത്രമാണ് ഇപ്പൊ നമ്മൾ പറയുന്നത്. നോക്കാം എന്ന് പറഞ്ഞാൽ ലെറ്റ് us കൺസിഡർ. അപ്പൊ ഇതിൽ നമ്മൾ ചെയ്യുന്ന കോൺസെപ്റ്റ് എന്താ, നേരത്തെ ചെയ്ത പോലെ തന്നെ സിലിണ്ടറിൽ ചെയ്ത സെയിം കോൺസെപ്റ്റ് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളിവിടെ യൂസ് ചെയ്യുന്ന എന്താണ്, ദാറ്റ് ഈസ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഒരേ ഒരു കാര്യമുള്ളൂ, ഫോറിയർ ലോ ഓഫ് ഹീറ്റ് കണ്ടക്ഷൻ. Q ഈക്വൽ ടു എന്താണ്, -KA എന്താണ്, DT ബൈ DR. DT എന്ന് വെച്ചാൽ ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ്, DR എന്ന് വെച്ചാൽ ചേഞ്ച് ഇൻ ലെങ്ത് ആണ്, ആ ഒരു എലമെന്റ് ആണ്. ഇത് A ആണ് കേട്ടോ, KA ഇൻറ്റു DT ബൈ DR. A എന്ന് പറഞ്ഞാൽ ഇവിടെ സ്ഫിയർ ആണ്, സ്ഫിയറിന്റെ ഏരിയ എന്ന് വെച്ചാൽ എന്താണ്, 4πr² ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ നമുക്ക് കിട്ടി -K ഇൻറ്റു 4πr² ഇൻറ്റു എന്താണ്, DT ബൈ DR. 4πr² ഇൻറ്റു എന്താണ്, DT ബൈ DR. കോൺസെപ്റ്റ് ഓക്കെ ആണല്ലോ? ഇതിനകത്ത് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, Qന്റെ വാല്യൂ കണ്ടുപിടിക്കണം. Q എന്നുള്ളതിന് നമുക്ക് ഒരു അപ്രോക്സിമേറ്റ് നമ്മളൊരു സൊല്യൂഷൻ കണ്ടെത്തണം. എങ്ങനെ ചെയ്യാം, നമ്മൾ എന്ത് ചെയ്തു, ഇത് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ്. അതാണ് ഇവിടെ ചെയ്തത്. Q ടേക്ക് ഔട്ട്, നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ കോമൺ ആയിട്ട് R-നെ ഒരു സൈഡിലേക്ക് വിടുന്നു, DT-നെ ഒരു സൈഡിലേക്ക് വിടുന്നു. അപ്പൊ എങ്ങനെ റീഅറേഞ്ച് ചെയ്യാം, ഇവിടെ നോക്കി, R-ന് നമുക്ക് എഴുതാം, Q ടേക്ക് പുറത്ത് അവിടെ ഉണ്ട്, R എന്ന് പറഞ്ഞപ്പോ എന്തായി, DR ബൈ R ആയി. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വന്നു, കോമൺ ആയിട്ടുള്ള സാധനത്തിന് നമുക്ക് ഒരു സൈഡിലേക്ക് കൊണ്ടുവരാം. DR അല്ല, DR ബൈ R അല്ല, R² ആണ്. കോമൺ ആയിട്ടുള്ള എന്തൊക്കെയാ, -4πk കോൺസ്റ്റന്റ് ആണ്, ടേക്ക് ഔട്ട്. നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ്. ഇന്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് എന്താണ്, R1 to R2 ആണ്. ഇവിടെ വരുന്ന എന്താണ്, R1 to R2 ആണ്. ഇവിടെ ബാക്കിയുള്ള എന്താണ്, DT ആണ്. ഓക്കെ, അപ്പൊ എങ്ങനെ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം, ഇന്റഗ്രൽ ഓഫ് എന്താണ്, ഒന്നുമില്ലെങ്കിൽ നമുക്ക് ഇവിടെ ചെയ്യാം. ഈ DR-നെ നമുക്ക് എങ്ങനെയാക്കി മാറ്റാം, ഇന്റഗ്രൽ ഓഫ് R-2 DR ആക്കാം. R-2 DR ആക്കാം. അപ്പൊ അങ്ങനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ കിട്ടും, Q ഇൻറ്റു R-2 പ്ലസ് 1 ഹോൾ ഡിവൈഡഡ് ബൈ -2 പ്ലസ് 1 ഇൻറ്റു എന്ത് വന്നു, R1 R2. ഇവിടെ R2 ആണ് കേട്ടോ.
ഇവിടെ R1 R2 ആണ്. നിങ്ങൾ ഇവിടെ നോക്കുക, ഇവിടെ എഴുതിയിട്ടുണ്ട് R1 R2 ദാറ്റ് ഈസ് ഈക്വൽ ടു ബാക്കി എന്നുള്ളത് -4πk ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് ഡി ടി എന്താ പറയുന്നത് ടി ആണ്. ഇന്റഗ്രൽ ഓഫ് ടി എന്താ പറയുന്നത് ഡി ടി എന്താ പറയുന്നത് ടി വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് എന്താണ് 1 to 2 T1 to T2. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, ഈ മൈനസിനെ നമ്മൾ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നു, -q നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്ത് തന്നെ ഇവിടെ നമുക്ക് കിട്ടി അല്ലെ. -R2 -1 എന്ന് വെച്ചാൽ എന്താ -R1 ആണ്, R⁻⁻1 ആണ്, ഡിവൈഡഡ് ബൈ -1 ആണ്. അപ്പൊ നമുക്ക് ഇവിടെ -q ഇവിടെ ഉണ്ട്, -q ഡിവൈഡഡ് ഇൻറ്റു R⁻⁻1 എന്ന് വെച്ചാൽ എന്താ 1/R ആണ്. വിത്ത് റെസ്പെക്ട് ടു ചേഞ്ച് ചെയ്യുന്ന എന്താ 1 to 2. അപ്പൊ അങ്ങനെ എഴുതാം 1 divided by R2 minus 1 divided by R1. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. -q into 1 divided by R2 minus 1 divided by R1 that is equal to എന്താണ് -4πk into എന്താണ് T2 minus T1. -4πk into എന്താണ് T2 minus T1. ഇതിനകത്ത് നമുക്ക് കണ്ടുപിടിക്കാം, വാല്യൂ കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുക, q into എങ്ങനെയാ അതിൽ നിന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ. അപ്പൊ എങ്ങനെ വരും നമുക്ക് എങ്ങനെ എഴുതാം, നമുക്ക് ആക്ച്വലി വരുന്നത് ഇങ്ങനെയാണ്, -q into എങ്ങനെയാ വരുന്നത് R1 minus R2 divided by R1 R2 ഇങ്ങനെയാണ് വരിക. ദാറ്റ് ഈസ് ഈക്വൽ ടു -4πk into എന്താ വരുന്നുണ്ടാവുക T2 minus T1. ഇനി ഈ R2 minus R1 ആക്കണമെങ്കിൽ ഇവിടെ എന്ത് ചെയ്താൽ മതി, ഒരു -1 മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ അത് മൈനസ് പ്ലസ് ആവും. അതുപോലെ തന്നെ ഈ ഇവിടത്തെ മൈനസ് ഈ മൈനസ്, അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഒന്ന് റീഅറേഞ്ച് ചെയ്തു. അപ്പൊ ഇവിടെ നമ്മൾ -1 മൾട്ടിപ്ലൈ ചെയ്തു, മൈനസ്. അപ്പൊ എങ്ങനെ വരും, q ഉണ്ട്, ആ മൈനസും പ്ലസ് ആയി, ഇൻറ്റു എങ്ങനെയായിട്ട് മാറി R2 minus R1 ആയി. ഇവിടെ എന്ത് ചെയ്തു, ഇവിടെ ഒരു -1 മൾട്ടിപ്ലൈ ചെയ്തു അല്ലെ, ഇവിടെ ഒരു -1 മൾട്ടിപ്ലൈ ചെയ്തു, ഇവിടെ ഒരു -1 മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ എന്തായി R2 minus R1 ആയി, ഡിവൈഡഡ് ബൈ R1 R2 ദാറ്റ് ഈസ് ഈക്വൽ ടു 4πk ഉണ്ട്. T2 minus T1 ആണ്, അതിനൊന്ന് റീഅറേഞ്ച് ചെയ്തു, ഒന്ന് -1 മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ ഇവിടെ എന്ത് വന്നു, മൈനസ് വന്നു, അപ്പൊ അത് പ്ലസ് ആയി. അപ്പൊ ഇത് -T2 വന്നു, ഇവിടെ മൈനസ് വന്നു. അപ്പൊ അതെന്തായി, ഈ -T1 എന്നുള്ളത് +T1 ആയി, ഇവിടെ T2 ആയി. അപ്പൊ എങ്ങനെ എഴുതാം, T1 minus T2 ആയി, 4πk into T1 minus T2. ഇതിനെ നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്യുക. റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും, q ദാറ്റ് ഈസ് ഈക്വൽ ടു 4πk R1 R2. റീഅറേഞ്ച് ചെയ്യാട്ടോ, എങ്ങനെ ചെയ്തേ, 4πk ഇവിടെയുണ്ട്, ഈ R1 R2 ഇങ്ങോട്ട് വന്നു, 4πk R1 R2 into T1 minus T2 ഡിവൈഡഡ് ബൈ എന്താണ് R2 minus R1 ദാറ്റ് ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം, T1 minus T2 ഡെൽറ്റ ടി ഓവറോൾ ഡിവൈഡഡ് ബൈ RTH എന്നുള്ള എങ്ങനെയാണ്, R2 minus R1 ഡിവൈഡഡ് ബൈ എന്താണ് 4πk R1 R2. ഇതാണ് നമ്മുടെ സ്ഫിയറിന്റെ ഇക്വേഷൻ. മനസ്സിലായോ, ഈ ഇക്വേഷൻ ആണ് നമുക്ക് അറിയേണ്ടത്. ഇതാണ് നമ്മുടെ ഹീറ്റ് കണ്ടക്ഷൻ ത്രൂ സ്ഫിയറിന്റെ ഇക്വേഷൻ. അപ്പൊ ഇത്രയും പോർഷൻസ് ആണ് ഞാൻ ഇന്ന് എടുക്കുന്നുള്ളൂ. ബാക്കിയുള്ള നമുക്ക് അടുത്ത ദിവസം നമുക്ക് ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യാം. കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ കണ്ടിന്യൂ ചെയ്ത് പറയാനുള്ളൂ, പക്ഷെ എനിക്ക് കുറച്ച് സമയം ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ ഉള്ളത്. ഒന്ന് എല്ലാവരും എന്ത് ചെയ്യുക, ഒന്ന് റിവ്യൂ ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ. ഒന്നും കൂടെ ഈ വരുന്ന ഇക്വേഷൻസ് എങ്ങനെയാണ് വന്നിട്ടുള്ളത് ഒന്നും കൂടെ നിങ്ങൾ ഒന്ന് എഴുതി നോക്കുക. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടെ നിങ്ങൾ എഴുതി നോക്കുക. എഴുതി നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിനകത്ത് എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കും. ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം റിവ്യൂ ചെയ്ത് നിങ്ങളത് ആ പ്രോബ്ലം ചെയ്ത് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് അത് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻസ് ചെയ്യാം. ഈ ഇക്വേഷൻസ് നിങ്ങൾ കാണാപ്പാടം പഠിക്കേണ്ട, നമുക്ക് എവിടെയുണ്ട്, ഡാറ്റ ബുക്കിലുണ്ട്. പക്ഷെ ഫാസ്റ്റ് ആയിട്ട് നമ്മൾ പ്രോബ്ലം ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം, നമ്മളത് നമ്മുടെ മനസ്സിൽ ഇതിനെക്കുറിച്ചൊരു ഐഡിയ വേണം. എന്നാൽ തന്നെയാണ് നമുക്കത് ഫാസ്റ്റ് ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. മനസ്സിലായി. അടുത്ത ദിവസം നമ്മൾ എന്ത് ചെയ്യും, ഹീറ്റ് കണ്ടക്ഷൻ ത്രൂ കോമ്പോസിറ്റ് വോളും അതിന്റെ 2-3 പ്രോബ്ലംസ് ഉണ്ട്. ആ പ്രോബ്ലംസ് നമ്മൾ എടുക്കും. അത് കഴിഞ്ഞൊരു ക്രിട്ടിക്കൽ തിക്നെസ് ഓഫ് ഇൻസുലേഷൻ എന്നുള്ള ഒരു ചെറിയ ടോപ്പിക് ഉണ്ട്. അതിന്റെ 2 പ്രോബ്ലം ഉണ്ട്. അതിലൂടെ നമ്മൾ തൽക്കാലം ഈ മൊഡ്യൂൾ വൈൻഡപ്പ് ചെയ്യും. ഏകദേശം അടുത്ത ആഴ്ചയോട് കൂടി നമ്മൾ ഈ മൊഡ്യൂൾ വൈൻഡപ്പ് ചെയ്യും. അതിന്റെ പിന്നത്തെ ആഴ്ചയോട് കൂടി തന്നെ നമ്മൾ തേർഡ് മൊഡ്യൂൾ തുടങ്ങും. ആ ആഴ്ച തന്നെ മിക്കവാറും തേർഡ് മൊഡ്യൂൾ വൈൻഡപ്പ് ചെയ്യും. അത് കുറച്ച് ചെറിയ മൊഡ്യൂളാണ്. ഓക്കെ, പരമാവധി ടൈറ്റ് ആയിട്ട് ക്ലാസ്സുകൾ നമുക്ക് ഹോൾ പോർഷൻ നമ്മൾ ഏകദേശം ഇന്ന് 1.5 മണിക്കൂർ ക്ലാസ് എടുത്തിട്ടുണ്ട്. 45 + 45 ഏകദേശം നേരത്തെ അവർ ഒരു 1 മണിക്കൂർ എടുത്തിട്ടുണ്ടാവും. ഇതൊരു 30 minutes പ്ലസ് ആണ് എടുത്തിരിക്കുന്നത്. 2 ക്ലാസ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ അത് എല്ലാവരും ഒന്നും കൂടെ ആവശ്യമുള്ളവര് ഗൂഗിൾ ക്ലാസ് റൂമിൽ പോവുക, രണ്ടാമത് റിപ്പീറ്റ് ചെയ്ത് കാണുക. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക, ഞാനത് പറഞ്ഞുതരാം.
ഓക്കെ, ഒരു മിനിറ്റ്, ഞാൻ അറ്റൻഡൻസ് എടുത്തിട്ട് നമുക്കൊന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. 1 സെക്കൻഡ്. ഒന്ന് അറ്റൻഡൻസ് പറഞ്ഞോളൂ കേട്ടോ. ഞാൻ റോൾ നമ്പർ വിളിക്കാം. റോൾ നമ്പർ വിളിക്കുമ്പോൾ അറ്റൻഡൻസ് പറയണേ. അതിനകത്ത് ഉണ്ടെന്നുള്ളത് അറിയാം, അവിടെ കിടന്നോട്ടെ, കുഴപ്പമില്ല. അത് ഞാൻ റെഫറൻസിന് വേണ്ടിയിട്ടാണ്. ഇതിപ്പോ പോരാടാ.